എല്ലാവരും വളരെ പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ ആത്മഭാരത്തോടൊക്കെ ദൈവമായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബൈബിൾ കൊണ്ടുവന്നവരെല്ലാവരും എടുത്താട്ടെ. 2 തെസ്സലോനിക്കർ 9 വാക്യം പറയുന്നു, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. നോയിക്കോളണം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം. നശിച്ചു പോകുന്നവർ എന്നുവെച്ചാൽ അധർമ്മത്തിന്റെ പേര് പ്രത്യക്ഷയിൽ നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര, സാത്താൻ എന്തുണ്ട്? വ്യാപാര ശക്തി ഉണ്ട്. ഇവിടെ ദൈവത്തിന് മാത്രം അതിനുമേൽ നോക്കിക്കോളൂ. ദൈവത്തിന് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് മാത്രമല്ല പ്രവർത്തിക്കാൻ പറ്റുന്നത്, സാത്താനും പ്രവർത്തിക്കാൻ പറ്റും. ആമേ, ഹല്ലേലൂയ. സാത്താനും ഏത് മാജിക്ക് കാണിക്കാനും സാത്താന് പറ്റും. അവൻ മാജിക്ക് കാണിക്കുമ്പോൾ ഒറിജിൻ കാണിക്കുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. അത് മറക്കരുത്. കാരണം മാജിക്ക് കാണിക്കുന്ന സാത്താനും വ്യാപരിക്കുന്ന നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തി, അവന്റെ ശക്തി വ്യാജമാണ്. തിരിച്ചറിയണം, ഒറിജിനല്ല. ഇത് മനസ്സിലാക്കണം. അവന്റെ ശക്തി എന്താണ്? ഒറിജിനല്ല, വ്യാജമാണ്. അതിനകത്തൂടെ ഒന്ന് കയറുമ്പോഴാണ് പാസ്റ്റേ ഞാൻ ഇന്നൂടെ ഉള്ളൂ, നാളെ എന്നെ ഒന്ന് കാണണമെങ്കിൽ ഒരുപാട് ദൂരെ വരേണ്ടി വരും എന്ന് പറയരുത്. അത് ഒറിജിനല്ല. അസമാധാനം വന്ന് എല്ലാവരും വരും. നിങ്ങളുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരും അസമാധാനം വരും. ഇപ്പോൾ പാസ്റ്റർമാർക്കൊക്കെ ശരിക്കും ഉണ്ട്. അതൊക്കെ വെളിയിൽ പറയത്തുന്നില്ലേ ഉള്ളൂ. അതൊക്കെ നമ്മൾ അതിനെ ധാരണം ചെയ്തും പ്രാർത്ഥിച്ചും നിലവിളിച്ചൊക്കെ അങ്ങ് പൊട്ടിച്ച് മാറ്റുകയാണ്. അല്ലെങ്കിൽ അസമാധാനം അനുഭവിക്കുമ്പോൾ അവന്റെ ശക്തി എന്ന് പറയുന്നത് എന്നുവെച്ചാൽ വ്യാപാര ശക്തി ഒത്തവണ്ണം അത് വ്യാജമാണ്. വ്യാജം സകല ശക്തിയോട്, അത് വ്യാജത്തെ തകർക്കുവാൻ സകല ശക്തിയോട് കൂടിയ അടയാളങ്ങളും അത്ഭുതങ്ങളോടുകൂടി അനീതിയുടെ സകല വഞ്ചന കൂടെ ആയിരിക്കും. അവന് നോക്കിക്കോളാം. ദൈവം കൊടുക്കാൻ പോകുന്ന വിടുതൽ, കൊടുക്കാൻ പോകുന്ന അടി നോക്കണം. അവന് കൊടുക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും അനീതിയുടെ സകല വഞ്ചനയോട് കൂടെ ആയിരിക്കും. കണക്ക് പറഞ്ഞ് എൻ്റെ അപ്പൻ കണക്ക് പറഞ്ഞ് ഓരോ സെക്കൻഡ് കണക്ക് പറഞ്ഞ് ദൈവമേ പ്രതികരിക്കും. അവന് സകല വഞ്ചനയോട് കൂടി ഏതെല്ലാം രീതിയിൽ തൻ്റെ ജനത്തെ വഞ്ചിക്കുമോ ഹല്ലേലൂയ, ആ ഓരോ കണക്ക് പറഞ്ഞ് ദൈവം പ്രതികാരം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. ദൈവത്തിൻ്റെ സ്ഥലം ഉറച്ചിരുന്നാൽ മതി. എനിക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കർത്താവ് എനിക്ക് ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അസമാധാനപ്പെടല്ലേ. നിങ്ങൾ നാട് വിട്ടു പോകണ്ട, വീട് വിട്ടു പോകണ്ട, ദേശം വേണ്ട. ദൈവം എവിടെ നിർത്തിയിട്ടുണ്ടോ അവിടെ നീ ഉറച്ചു നിൽക്കണം. ദൈവം നിന്നെ എവിടെ നട്ടിരിക്കുന്നോ, ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിപ്പോകാൻ നോക്കും. എല്ലാവരും അങ്ങനെയാ, ഞാൻ ഉൾപ്പെടെ അങ്ങനെയാ. ഞാൻ എത്രയോ പ്രാവശ്യം വിചാരിച്ചു ഇവിടെ വിട്ട് ഓടിപ്പോകുവാൻ. എനിക്ക് ഓടിപ്പോകണമെങ്കിൽ ഇപ്പോൾ ഓടിപ്പോകാനേ സമയമുള്ളായിരുന്നു, ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓടിപ്പോകാൻ ആഗ്രഹിക്കും. പക്ഷേ അതിനകത്ത് നമ്മളുണ്ടാവുന്ന അസമാധാനങ്ങൾ, വേദനയും പ്രയാസങ്ങളും ചില ഒറ്റപ്പെടലുകളും ഇതെല്ലാം ഉണ്ടാവും. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും ചില വേദനകൾ ഒറ്റപ്പെടുത്തുമ്പോൾ അസമാധാനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എത്രയോ കുടുംബത്തിനകത്തിരിക്കുന്ന സഹോദരന്മാർ അസമാധാന കുടുംബമായിട്ട് ജീവിക്കുന്നവരകത്ത് അസമാധാനം അനുഭവിക്കുന്നവരുണ്ട്. മക്കളായിട്ട് എത്രയോ കുഞ്ഞുങ്ങളായി ജീവിക്കുന്നവർക്ക് അസമാധാനം അനുഭവിക്കുന്നവരുണ്ട്. അതിനകത്ത് സന്തോഷമില്ല. കാരണം എന്താണ്? അതിനകത്ത് വ്യാപരിക്കുന്ന സാത്താന്റെ ശക്തികളെ ഹല്ലേലൂയ ഇന്നത് തിരിച്ചറിയണം. എന്നുവെച്ചാൽ വഞ്ചനപ്പെടുന്നത് അനീതിയുടെ സകല വഞ്ചനയും ഹല്ലേലൂയ. അതാണ് വാക്കുകൾ ജ്ഞാനോ പരിജ്ഞാനത്തോടെ ഒരു തീരുമാനമെടുക്കുമ്പോൾ കുടുംബമായിട്ട് തീരുമാനമെടുക്കണം, ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത്. ഒരു തീരുമാനമെടുത്ത് ഷെയർ ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ ഒറ്റ ദൈവത്തോട് ചോദിക്കണം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ട് മാത്രമേ തീരുമാനമെടുക്കാവൂ. അല്ലാതെ ചാടി ഇറങ്ങി കടന്നു പോകുമെങ്കിൽ ശത്രു നമ്മളെ തകർക്കുവാനിടവരെ. കാര്യം എന്താണ്? ഇന്ന് പലതിൻ്റെ പേര് പറഞ്ഞ് ചാടി ഇറങ്ങി ഓടുന്നവര് പല വഴിയിൽ വീണുകൊണ്ട് നാശത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. അവന്റെ പദ്ധതി ഒരുക്കുന്നു. സാത്താൻ അവന്റെ വലയിലോട്ട് ആത്മാക്കളെ കൊണ്ടുപോകുവാൻ വലയും വിരിച്ചിരിക്കുമ്പോ ആ വലയ്ക്കകത്ത് അകപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
10-ാമത്തെ വാക്യത്തിൽ അവർ രക്ഷിക്കപ്പെടുത്തവണ്ണം വായിച്ചു. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. നോക്കിക്കോ, അവർ രക്ഷിക്കപ്പെടാത്ത വണ്ണം സത്യത്തെ സ്നേഹിച്ചു. അവർ രക്ഷിക്കപ്പെടാതെ വണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുകയാൽ തന്നെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്ക് ന്യായവിധി വരേണ്ടതിന് നോക്കിക്കണം. സത്യത്തിൽ വിശ്വസിക്കാത്ത, വചനത്തിൽ വിശ്വസിക്കാതെ, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാതെ, ദൈവം പറയുന്ന കാര്യം നമ്മൾ കേൾക്കാതെ പല കാര്യം നിസ്സാരമായിട്ട് കാണുമ്പോൾ അവിടെ എന്ത് വരുന്നു? അനീതി വരുന്നു. നിങ്ങളെ തെറ്റിക്കുന്ന അനീതിയുടെ വാക്കുകൾ കൊണ്ടിടുമ്പോൾ അതിനെ ഗ്രഹിക്കണം. ജ്ഞാനവും പരിജ്ഞാനം പ്രാപിക്കണം. നിങ്ങളെ ഒരിക്കലും തെറ്റിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ചെവിയിലോട്ട് ഒരു ദിവസം ഒരുപാട് ചെവിയിൽ പല കാര്യങ്ങൾ കേട്ടാണ് ജീവിച്ചു പോകുന്നത് അല്ലേ? ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കേണ്ടി വരും, പല രീതിയിൽ കേൾക്കണം. ആരൊക്കെ സംസാരിക്കണമെന്ന് അറിയാൻ പറ്റുമോ? ഫോണിൽ കൂടെയും അല്ലാതെയും ബന്ധുക്കളുടെയും ചേർച്ചക്കാരുടെയും. ഹല്ലേലൂയ. ഇപ്പം ഈ ദിവസങ്ങളൊക്കെ ബന്ധുക്കളുടെ ഒരു പൂരമ്പം തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു നീ എന്തിനാ ഇന്ന് പള്ളിയിൽ പോകുന്നത്? നമുക്കിന്ന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓണമല്ലേ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഹല്ലേലൂയ. ഇന്ന് പലരും കറങ്ങാനോ കറങ്ങിക്കൊണ്ടിരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അധർമ്മത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട് ഇന്ന് പലപ്പോഴും. ഹല്ലേലൂയ. ആഘോഷത്തിന്റെ മേൽ അങ്ങോട്ട് മടങ്ങിപ്പോകാതെ അധർമ്മത്തിന്റെ അനീതി മടങ്ങുന്നുണ്ട്. അതാണ് ന്യായവിധി വരേണ്ടത്. ദൈവം അവർക്കതിനോ ഭോഷ്ക് വിശ്വസിക്കുന്നവർക്ക് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നത്, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തോണം. നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കും. നമ്മൾ എന്തായിരിക്കണം? ദൈവത്തിന് കടപ്പെട്ടിരിക്കണം. ദൈവത്തോട് സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഒരു കടപ്പാടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരോടാണ് കടപ്പാട്? നിങ്ങൾക്ക് ആർക്കാണ് കടപ്പാട്? നിങ്ങളെ നടത്തുന്ന ദൈവത്തിന് മുമ്പിൽ, നിങ്ങളെ സൂക്ഷിക്കുന്ന ദൈവം പരിപാലിക്കുന്ന ദൈവത്തിന് മുമ്പിൽ കടപ്പാടുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ ഏറ്റവും വലിയ കടപ്പാട് നിങ്ങളെ ദൈവത്തിലായിരിക്കണം. കാരണം നിങ്ങളെ പോറ്റി നിർത്തുന്ന ദൈവം, നിങ്ങളെ കുടുംബമായിട്ട് നിർത്തുന്ന ദൈവത്തിന് മുമ്പിൽ പറയണം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തെ എന്താണ്? സ്തുതിച്ചുകൊണ്ടിരുന്ന കടപ്പാട്, ദൈവത്തോടെ കടപ്പാട് നമുക്ക് വേണം. മനുഷ്യരുടെ കടപ്പാടാണെങ്കിൽ ആ ജീവിതകാലം മുഴുവനും അതൊരു പ്രശ്നമായി മാറും. ആമേൻ. ഹല്ലേലൂയ. അതൊരിക്കലും അത് നമുക്ക് അസമാധാനങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തോടുള്ള കടപ്പാടാണെങ്കിൽ എന്നും നമുക്ക് അനുഗ്രഹമായിരിക്കും. നമ്മൾ ആർക്ക് കടപ്പെട്ടിരിക്കണം? ദൈവത്തിന് കടപ്പെട്ടിരിക്കണം. മനുഷ്യർക്കല്ല, ഒരു സാത്താനല്ല. ഹല്ലേലൂയ. സാത്താനെ സേവിച്ച് അവൻ എപ്പോഴും എന്ത് ചെയ്യും? നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുക, നമ്മളെ തകർത്തുകൊണ്ടിരിക്കുക. തകർക്കുന്ന ബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച്, അധർമ്മത്തിന്റെ ശക്തികളെ പൊട്ടിച്ച് എന്ന് പുറത്തു വരുമ്പോ ഹല്ലേലൂയ എപ്പോഴും എന്ത് ചെയ്യണം? ദൈവമാണ് രക്ഷിച്ചെന്ന് പറയണം. എന്നെ ഈ പാപത്തിൽ രക്ഷിച്ചാരാ? എൻ്റെ ദൈവമാ. നീ സത്യത്തോട് പറ, എന്നെ ദൈവം രക്ഷിച്ചു. ദൈവത്തിന് മഹത്വം. അല്ലെങ്കിൽ ഞാനോ നിങ്ങളൊക്കെ നശിച്ചു പോകുന്ന ലോകം എന്നേ കഴിഞ്ഞു. അല്ലെ, ഈ ലോകത്തൊന്നും നോക്കുന്നുണ്ടെങ്കിൽ എന്നേ ഈ ലോകത്ത് നീക്കപ്പെടേണ്ട സമയം കഴിഞ്ഞു. എത്ര ആക്സിഡന്റുകൾ, എത്ര അപകടങ്ങൾ, ഹല്ലേലൂയ, എത്ര പ്രതികൂലങ്ങൾ കടന്നു വരുന്നു. എത്ര ഓരോ ഒന്നില്ലെങ്കിൽ മറ്റൊന്ന്, എന്തെല്ലാം പ്രശ്നങ്ങളുടെ കടന്നു പോവുകയാണ് ഓരോ ദിവസങ്ങള്. ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കുന്നത് ദൈവത്തിനോട് നമ്മൾ കൊടുക്കുന്ന സ്തുതികൾ കൊണ്ടാണ്. നമ്മൾ മനുഷ്യരോടല്ല കടപ്പെട്ടിരിക്കേണ്ടത്, ദൈവത്തോടാണ്. നമ്മെ രക്ഷിക്കുന്ന ഈ വലിയ അനർത്ഥത്തിൽ നിന്ന്, വലിയൊരു കഷ്ടതയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവത്തിന്റെ സന്നിധി എന്തുണ്ടായിരിക്കണം? നമുക്ക് കടപ്പെട്ടിരിക്കണം. ദൈവത്തോടാണ് കടപ്പാടുണ്ടായിരിക്കണം, അല്ല മനുഷ്യരോടല്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷം കൊണ്ട് ഞങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചിരിക്കുന്നു. 14 പറയുന്നു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷത്തിൽ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം ഉയരണം. ആരിലൂടെ ഉയരണം? നമ്മളിലൂടെ ഉയരണം. ദൈവത്തിന്റെ മഹത്വം ഉയരണം. ആ ഉയരാതിരിക്കുവാൻ സാത്താന്റെ ശക്തികൾ വ്യാപരിക്കുന്നുണ്ട്. ദൈവപ്രവൃത്തിക്ക് വിരോധമായി അത് ഉയരാതിരിക്കുവാൻ ബന്ധിക്കുന്ന ആത്മമണ്ഡല കെട്ടുന്ന പൈശാചിക കെട്ടുകളുണ്ട്. അതൊന്ന് പൊട്ടി മാറണം. നിങ്ങൾ ആരാധിപ്പിക്കാതിരിക്കാൻ പിശാച് നല്ലപോലെ നോക്കും.
നിങ്ങൾ ഹല്ലേലൂയ പറയാതിരിക്കാൻ മാച്ച് നോക്കും. നിങ്ങളിങ്ങനെ വല്ലാത്ത ക്ഷീണത്തിൽ കൂടെ വല്ലാതെ നോക്കും. വല്ലാത്ത അസമാധാനം കൊണ്ടിട്ട് കാര്യം എന്താണ്? എനിക്ക് ശരിക്കും ഒരു ആത്മമണ്ഡലത്തിലോട്ട് കയറാൻ പലർക്കും പറ്റുന്നില്ല. കാരണം നിങ്ങൾ അറിയാതെ നിങ്ങളൊന്ന് അല്പം ഒന്ന് ഡൗൺ ആണെങ്കിൽ അതിനകത്ത് വ്യാപരിക്കുന്ന പൈശാചിക ശക്തി ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് കയറാൻ പറ്റാത്തത്. ആ ബന്ധനത്തെ തിരിച്ചറിയണം. എവിടെയാണോ പ്രശ്നം ഇരിക്കുന്നത് അതിനെ വേരോടെ പിഴുതെടുക്കണം. എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റില്ല, എപ്പോഴും ക്ഷീണം. ഇതൊരു പ്രശ്നമാണ്. വെറുതെ കാണരുത്. ചില രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ആമേൻ, ആമേൻ. അടങ്ങിയിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അധർമ്മത്തിൽ നിങ്ങളെ മാക്സിമം ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ ശത്രു ബന്ധിക്കും. വചനം അങ്ങനെയാ പറയുന്നത്. നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുവാൻ സാത്താൻ അതിനകത്ത് കയറി നല്ലപോലെ ബന്ധിക്കും. നിങ്ങൾ സ്തുതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് 10 ഹല്ലേലൂയ പറയുമെങ്കിൽ അവിടെ ഭയങ്കര വിടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ആഹാരം വെച്ച് നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ് അന്നത്തെ ആഹാരം. ഏതെങ്കിലും മറുതല ഭാഷ ചെയ്തു നോക്ക്. അന്നത്തെ ആഹാരം ഉപ്പും കൊണ്ട് വായിലും വയ്ക്കാൻ പറ്റൂല. അന്ന് പിന്നെ പാത്രങ്ങളൊക്കെ മുകളിലോട്ടായിരിക്കും പോകുന്നത്. പിന്നെ വായിന്നൊക്കെ വേറെ എങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ അധർമ്മം കയറി നിന്റെ ആഹാരത്തിലെ പാത്രത്തിലെ പിശാച് വിഷമിടുന്നു. കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുകയല്ലേ? കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഉപരിയായിട്ട് പരിശുദ്ധാത്മാവ് കൊടുത്തുവിടണം. പരിശുദ്ധാത്മാവ് കൊടുക്കാത്തവരെ കല്യാണം കഴിച്ച് വിടരുത്. രണ്ടായി പോകും. ആമേഹാൽ ഇത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വാക്ക് പറഞ്ഞാൽ മതി. എൻ്റെ അപ്പൻ്റെ വകയുമായി ചിലർ കൊണ്ടുണ്ട്. എൻ്റെ അപ്പൻ തന്ന വകയും കൊണ്ടാണ് നിങ്ങൾ കളിക്കണത്. പക്ഷെ ഇത് പറയത്തില്ല. അവിടെ അധർമ്മം എടുക്കത്തില്ല. ഒരു നന്മയും നഷ്ടപ്പെടത്തില്ല. കാര്യം എന്താണ്? വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യമുണ്ട്. നീ അറിയാതെ നിന്റെ ഒരു പൊന്നുപോലും തൊടത്തില്ല. കാര്യം എന്താണ്? അധർമ്മം വ്യാപരിക്കത്തില്ല. ചിലരൊക്കെ വാരി കോരി കൊടുത്തിട്ട് ഒരു 6 മാസം പോലും കാണത്തില്ല. എല്ലാം വിറ്റ് തൊലച്ച് നശിപ്പിച്ച് അവസാനം മൂക്കിട്ട് ഇക്ക എന്ന് എഴുതി സകല തകർന്ന് പരാജയപ്പെടുമ്പോ അധർമ്മത്തിന്റെ ശക്തി പറയും, ഞാൻ വിജയിച്ചു. നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ തകർക്കുവാൻ അധർമ്മത്തിന്റെ വ്യാപാര ശക്തി ഉണ്ട്. ഇത് മനസ്സിലാക്കണം. ഇതിന് ക്യാപ്പ് കൊടുക്കരുത്. അധർമ്മത്തിന് നീ ക്യാപ്പ് കൊടുക്കരുത്. ആമേ, ഹല്ലേലൂയ. അവിടെ ക്യാപ്പ് കൊടുക്കാതെ അവിടെ എന്തു ചെയ്യണോ? നിനക്കെതിരായിട്ട് പറയുമ്പോ ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? നിനക്കകത്ത് അന്യഭാഷ പറയാൻ പറ്റുമോ? നിന്റെ ഭവനത്തിനകത്ത് നീ വ്യാപരിക്കുന്ന ദൈവശക്തിയെ ഇന്ന് ഒന്നുകൂടെ നീ മുമ്പിലെടുക്കണം. എന്തെങ്കിലും കുറവ് വരുമ്പോ പുറത്തിരിക്കരുത്. ഭർത്താവിനെ നോക്കി ജോലിയില്ല, അയ്യോ നീ ഗതികെട്ടവനെ കല്യാണം കഴിച്ചു, എൻ്റെ വയറും കാലി, എൻ്റെ മക്കളെ വയറും കാലി എന്ന് പുറത്തിങ്ങൊരു മുടിഞ്ഞവൻ. ഈ മുടിഞ്ഞവനെ കൊണ്ട് ഞാനും മുടിഞ്ഞവളായി. ഇന്ന് എനിക്ക് വെളിയിറങ്ങാൻ വയ്യ, നല്ല വസ്ത്രമില്ല, ഒന്ന് സമാധാനം ടൂർ പോകാൻ പറ്റുന്നില്ല, ഒന്നും വാങ്ങാൻ പറ്റില്ല, തിന്നാൻ പറ്റില്ല എന്നാ പറയുന്ന സമയം കൊണ്ട് പിശാചിന് ഇടം കൊടുക്കാതെ ഒന്ന് മുഴങ്കാലൊന്ന് മടക്കി ഒന്ന് പ്രാർത്ഥിക്കേ. ഒരു ആത്മസാന്നിധ്യം. നീ അധർമ്മത്വത്തിലുമേ ഒരു വ്യക്തി അധർമ്മം നിൽക്കുമ്പോ അവരുടെ തല ചായച്ചു കൊടുക്കരുത്. അതിനകത്തൊരു ദൈവ സാന്നിധ്യം പിടിക്കണം. അതിനകത്തൊരു ദൈവ സാന്നിധ്യം പിടിച്ച് ഒരു ആത്മമണ്ഡലം കൊണ്ടുവരുമെങ്കിൽ നിന്റെ കുടുംബജീവിതം തകർന്നു പോകത്തില്ല. ഒരു ആത്മാവിന്റെ സാന്നിധ്യം അത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പല കുഞ്ഞുങ്ങളെ കുടുംബജീവിതങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുമ്പോ, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം തകർന്നുകൊണ്ടിരിക്കുമ്പോ, അല്ലെ കുഞ്ഞുങ്ങൾ പഠിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, വഴിയിൽ വെച്ച് ഇടയ്ക്ക് വെച്ച് അപ്പൻ്റെ അമ്മയുടെ സ്വപ്നം നഷ്ടപ്പെടുത്തി വഴിയിൽ വെച്ച് നശിച്ചു പോകുന്ന അനുഭവങ്ങൾ. ആമേ, ഹല്ലേലൂയ. ഇന്ന് ലഹരിയുടെ മധ്യ കടന്നു പോകുന്ന അനുഭവങ്ങൾ, അധർമ്മം, ലഹരി കടന്നു പോകുന്നുണ്ട്. പാവപ്രവർത്തികൾ, നിങ്ങളുടെ ആയിരിക്കുന്ന ഫോണുകൾ വളരെ ഡേഞ്ചറാണ്. അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ആവശ്യമില്ലാത്തടത്ത് കണ്ണുപോയ അധർമ്മ കയറും. അതിനകത്ത് നല്ലതുമുണ്ട്, അഴുക്കയുമുണ്ട്. തിരിച്ചറിയണം. വേണ്ടാത്തത് തൊടുവാനോ കാണുവാനോ പാടില്ല. അത് മടക്കി വെക്കേണ്ടത് മടക്കി വെക്കണം. എടുക്കേണ്ടത് എടുക്കുമെങ്കിൽ അനുഗ്രഹിക്കും. എന്നാൽ വചനത്തിന് വിപരീതമായി പറയുന്ന വിപരീത ഉപദേശങ്ങളുണ്ട്. സത്യം പറയുമ്പോൾ സത്യത്തിന് വിപരീതമായി പറയുന്ന അധർമ്മത്തിന്റെ ശക്തിയുണ്ടെന്ന് ബൈബിൾ വിളിച്ചു പറയുന്നു. വചനം കയറി വരാൻ കഴിയാതെ, വചനം ശോഭിക്കാൻ കഴിയാതെ, അതിനകത്ത് വ്യാപാരം ചെയ്യാൻ കഴിയാതെ അതിനെ തടയുന്ന പൈശാചിക ശക്തികളുണ്ട്. പക്ഷെ ഇതിനൊരു അവസാനം ഉണ്ട്. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. അധർമ്മം എവിടെയോ പെരുകിക്കൊണ്ടിരിക്കുന്നു.
ഇന്ന് മനുഷ്യന്റെ അനുഗ്രഹത്തിന് കാരണമായി വരാതെ നാശത്തിലോട്ട് കയറി പോകുന്നത് അധർമ്മം പെരുകുന്നത് കൊണ്ടാണ്. എവിടെയും അധർമ്മമാണ്. ഇന്ന് മനസ്സമാധാനമായിട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, കുടുംബമായിട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, മനസ്സമാധാനമായിട്ട് ഒന്ന് വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ന് ജീവനൊക്കെ ദൈവം കൊടുത്താലേ പറ്റുള്ളൂ. നമ്മൾ നേരെ ചൊവ്വനെ വണ്ടി ഓടിച്ചാലും സാത്താൻ കയറി വരും നമ്മുടെ തലയിൽ കൂടെയാണ്. പക്ഷെ വെട്ടേണ്ട അഭിഷേകത്തെ തീ ഉണ്ടെങ്കിൽ ദൈവം താക്കി എറിയും. എത്ര ഒരു അപകടപ്പെടുത്തുന്ന അപകടങ്ങൾ! ഇത് നിസ്സാരമായിട്ട് കാണരുത്. നിനക്കോ എനിക്കോ കുഴപ്പമുള്ളതുകൊണ്ടല്ല, കുഴപ്പമുള്ളതല്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അവന് കീച്ചണം. അതിനെന്ത് ചെയ്യണം? അതിന് അവസരം കൊടുക്കാതെ ഇറങ്ങും മുമ്പേയും അതിനകത്ത് ഒരുങ്ങും മുമ്പേയും, അതാണ് കർത്താവ് പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. യേശു പഠിപ്പിച്ചൊരു കാര്യം, പരീക്ഷ കൊണ്ട് പരീക്ഷയിൽ അകപ്പെടാതെ എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മുടെ ജീവന് നമുക്ക് ഗ്യാരണ്ടി ഇല്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. അപ്പന്റെ ഗ്യാരണ്ടി നമുക്കുള്ളൂ. ഹല്ലേലൂയ. ഇത് അപ്പന്റെ കരങ്ങളിലാണ്. നിന്നെയും എന്നെയും ആരെ കയ്യിലാണ് കൊടുത്തിരുന്നത്? ദൈവത്തിന്റെ കരങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെല്ലാം നിസ്സാരമായിട്ട് കാണരുത്. നമ്മൾ പലതും ചില കാര്യങ്ങൾ കണ്ണടച്ചു കൊടുക്കും. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. ഹല്ലേലൂയ. വെട്ടേണ്ടടുത്ത് വെട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ നമ്മൾ പ്രതികരിക്കണം, എങ്ങനെ പ്രതികരിക്കണം, എവിടെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം ദൈവം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തോട് നമ്മൾ ആയിരിക്കണം. ദൈവത്തിൻ്റെ കൃപപ്രകാരം, ദൈവത്തിൻ്റെ അഭിഷേകത്തെ, അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നിരിക്കുമെങ്കിൽ നിന്നെ തകർക്കാൻ പറ്റത്തില്ല, നിന്നെ തകർക്കുവാനോ മുടിക്കാനോ പറ്റത്തില്ല. അധർമ്മം ഭവനത്തിനകത്ത് കയറുമ്പോൾ ചില അപരാധങ്ങൾ പറഞ്ഞ്, ശരിക്കും ഈ പള്ളിയിൽ പോകുമ്പോൾ മാനസാന്തരമില്ലാത്ത വ്യക്തി പറയും, നീ പള്ളിയിലല്ല പോയത്, വേറെ ജോലിക്കാണ് പോയത്. അധർമ്മം പറയുമ്പോൾ ഇത് ചെന്ന് വീഴുന്നത് അപ്പൻ്റെ കയ്യിലാണ്. ഇത് കൊണ്ട് പറയിക്കുന്ന ആരാ? എൻ്റെ ഭർത്താവല്ല, ഭർത്താവ് പറയുന്ന പൈശാചി ശക്തിയാണ്. അപ്പോൾ അധർമ്മം കൊണ്ടിട്ട് കളയിട്ട് കുടുംബത്തിൻ്റെ സമാധാനക്കേട് വരുത്തുന്ന പൈശാചിനെ വെട്ടി മാറ്റുമ്പോൾ നിന്റെ കൂടെ കരം പിടിച്ച് ഈ വർഷം അവസാനിക്കും പരിശുദ്ധ ദൂത് പറയാൻ പറഞ്ഞു. ഒരു ദൂത് പറയാൻ പറഞ്ഞു, പിടിച്ചെടുത്തോ. നിന്റെ കൂടെ ഒരുമിച്ച് വരുന്ന ഒരു അനുഭവത്തെ നിന്റെ കരം പിടിച്ച്, നിനക്ക് എതിരായിട്ട് നിന്നവർ നിന്റെ കരം പിടിച്ച് ഇതിനകത്ത് കടന്നു വന്ന് ആരാധിക്കാൻ പോവുകയാണ്. കരം പിടിച്ചോ. നിന്റെ കരം പിടിക്കും. നിന്റെ കണ്ണുനീരിന് മറുപടി നിനക്ക് എതിരായിട്ട് പറഞ്ഞവർ, നെഗറ്റീവ് പറഞ്ഞവർ, അതിന്റെ അടയാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഭർത്താവ് നിരപരാധിയാണ്, മക്കൾ നിരപരാധിയാണ്, കുഞ്ഞുങ്ങൾ നിരപരാധിയാണ്. പക്ഷെ അതിനകത്ത് വ്യാപരിച്ചത് ഒരു പൈശാചികമായ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. ഇതാണ് നിന്നെ തകർക്കുന്നത്. നേരത്തെയൊക്കെ ഭയങ്കര ഒരു കുഴപ്പവുമില്ല, എന്തൊരു സ്നേഹമായിരുന്നു. ഒരു ഭക്ഷണം എടുത്താൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അല്ലേ? കുളിച്ചോന്ന് കേൾക്കും, എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും പോകുന്ന ആവശ്യമൊക്കെ ചോദിക്കും. ഇപ്പൊ ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ പ്രതീക്ഷിക്കുന്ന ഒന്നും ചോദിക്കുന്നില്ല. വാ തുറന്ന വരുന്നത് പൈശാചികമായ രീതിയാ. പ്രൈസ് ദി ലോർഡ്. വാ തുറന്നാൽ വേദനിപ്പിക്കുന്ന വാക്കുകളെ ഉള്ളൂ. ചിലർ ഈ വേദന സഹിച്ച് ഇത് മടുത്തു, ജീവിതം അവസാനിപ്പിച്ചല്ലോ, ഇനി വേണ്ട, ജീവിക്കണം, നാട് വിട്ടു പോകാൻ വരെ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മേൽ ഈ ഉപവാസ പ്രാർത്ഥന വിടുതൽ സംഭവിക്കുന്നുണ്ട്. നിനക്ക് എതിരായിട്ട് നെഗറ്റീവ് പറഞ്ഞ പൈശാചിക ശക്തിയെ ദൈവം ഒറ്റ ശ്വാസത്താൽ ഇതാ തകർത്തെറിയുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ വിജയം എന്ന് പറയുന്നത് നിന്റെ കൂടെ വരാൻ കഴിയാതെ നിനക്കെതിരായിട്ട് പറഞ്ഞ് നിന്നെ തകർക്കുന്ന ആ ശക്തികളെ ദൈവം തകർക്കുകയാണ്. അവരെ മൈൻഡ് മാറും. ഇന്നലെ വരെയും വിളിച്ചതുപോലെ ഒന്നുമല്ല, സ്നേഹത്തോടെ വാക്കുകൾ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എനിക്കും നീ പോയ സ്ഥലത്ത് വരണം. ഇന്നലെ വരെയും വരാൻ പറ്റിയില്ല, വേറെ എവിടെയോ പോകണമെന്നാണ് അറിയുന്നത്.
ആമേ ഹല്ലേലൂയ. ചില അവിശ്വാസത്തിൽ നിൽക്കുന്നവരോട് പറയാ, ഇതിനകത്തോട്ടൊന്ന് കയറി വരുമ്പോ അറിയാ, ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ എനിക്കും ഒന്ന് വേണം, എനിക്കും വേണം എന്ന് അധർമ്മം പറഞ്ഞ് നിന്റെ ആരാധനയെ കുറ്റം പറഞ്ഞ്, ആമേ ഹല്ലേലൂയ, നിന്റെ ആരാധനയെ കുറ്റം പറഞ്ഞ് നിന്നെ അല്ല പറയുന്നത്, ദൈവത്തെയാണ് പറയുന്നത്. ദൈവനാമം എവിടെയൊക്കെ ദുഷിക്കപ്പെടുന്നുണ്ട്, പരിശുദ്ധാത്മാവിന് എവിടെയൊക്കെ കുറ്റം പറയുന്നുണ്ട്, യേശു പറഞ്ഞു എന്നെ പറഞ്ഞ കുഴപ്പമില്ല, പരിശുദ്ധാത്മാവിനെതിരെ കൈവയ്ക്കരുത്, നീ വിരല് ചൂണ്ടരുത്, അത് വിടത്തില്ല, വിടത്തില്ല, അഗ്നിയാണ്. ഇതാ ചിലതിനൊക്കെ തൊടുന്നുണ്ട്, ദൈവം തൊടുന്നുണ്ട്, തൊടുന്നുണ്ട്, തൊടുന്നുണ്ടെന്നേ. ഇന്ന് കളിയാക്കിയവരെ കൂട്ടത്തിൽ, പരിഹസിച്ചവരുടെ കൂട്ടത്തിൽ അവരെ കൊണ്ടിരുത്തി ആരാധിപ്പിക്കും ദൈവം. അത് സംഭവിക്കാൻ പോകുകയാണ്. നിന്നെ പരിഹസിച്ചെടുത്ത്, കളിയാക്കിയെടുത്ത്, വേദനിപ്പിച്ചെടുത്ത് ആ വ്യക്തിയെ കൂടെ ഇതിനകത്ത് കൊണ്ടുവന്ന്, പക്ഷെ കാരണം ഈ വ്യക്തിയുടെ അകത്ത് വ്യാപരിച്ച പൈശാചിക സ്പിരിറ്റിനെ ദൈവം പൊട്ടിച്ചെറിയാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതിനകത്ത് വ്യാപരിക്കുന്ന പൈശാചികമായ സ്പിരിറ്റ്, സാത്താന്റെ ശക്തികളെ ദൈവം വേരോടെ വെട്ടിയെറിയുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കുന്നത്. അതാ 16ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനും നമ്മെ സ്നേഹിച്ചു നിത്യവിശ്വാസം നല്ല പ്രത്യാശയും കൃപയാലല്ലേ നൽകിയിരിക്കുന്നത്. പിതാവായ ദൈവ ഇഷ്ടം. പ്രൈസ് ദി ഹല്ലേലൂയ. ഇതാ പറയുന്നു 15 പറയുന്നു, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന്, സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളു. നോക്കിക്കോളണം. ഒന്ന്, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അടുത്തിരിക്കുന്ന സഹോദരന്മാരുടെ കൈ പിടിച്ച് പറ, നീ ഉറച്ചു നിൽക്കണം. സഹോദരന്മാരെന്ന് പറ, നീ ഉറച്ചു നിൽക്കണം. ഉറച്ച് ഇന്ന് ഉറച്ചു നിന്ന് ഉറപ്പോടെ കാര്യങ്ങൾ പ്രാപിക്കാം. ഉറച്ച് നിൽക്കുവോ, അനുഗ്രഹം പിടിച്ചെടുക്കാം. ദൈവം ഉറപ്പിക്കുക. നീ ഉറയ്ക്കണം. നീ ഉറയ്ക്കുമെങ്കിൽ ചില വിടുതൽ സംഭവിക്കും. നിന്റെ വിശ്വാസം നീ ഉറപ്പിക്കണം. ദൈവമായുള്ള ബന്ധത്തിൽ നീ ഉറയ്ക്കണം. ഒരു അനുഗ്രഹവും മാറ്റങ്ങളൊക്കെ തരാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ, ഒരു വിടുതൽ വരണം, ഉയർച്ച വരണം, ഈ ദേശത്ത് ഉറച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈ ദേശത്തുനിന്നും പലപ്പോഴും ഞാൻ ഓടിക്കളയാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. നേരം വെളുക്കുമ്പോൾ ഞാൻ കൂടെ കാണാൻ ഓടാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഉറച്ചു നിൽക്കണം. ചില ദിവസങ്ങൾ വേദനകൾ സഹിക്കേണ്ടി വരും. ചില വേദനകൾ മാത്രമല്ല, ഒരുപാട് കരയേണ്ടി വരും. ഈ മുറിഞ്ഞ പാലത്ത് കണ്ണുനീര് വീഴ്ത്തിയ അറിയാം. ഈ മുറിഞ്ഞ പാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ണുനീര് എൻ്റെ കണ്ണീരെ വീഴ്ന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ദേശത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്നുവെച്ചാൽ മരണത്തെ വരെ മുഖാമുഖം കണ്ട് ആമേ ജീവിതം തീർന്നു പോയി. ഈ ദേശത്ത് നിന്ന് ചോദിച്ചു, നീ ദേശത്തിന് എന്തിനിവിടെ വന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ? ഈ ദേശം നശിപ്പിക്കാനാണോ? നിന്നെ വിടത്തിൽ നിന്ന് അധർമ്മത്തിന്റെ ശക്തികൾ ഉയർന്ന് ആമേ വാളായിട്ട് നിന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, ഞാനാ നിന്നെ കൊണ്ടുവന്നത്. സ്വർഗം പറഞ്ഞു, കൊണ്ടുവന്ന ദൈവം ഇവിടെ നിർത്തുമ്പോ പൈശാചിക ശക്തികൾ 4 സൈഡിൽ കൂടെ ഒന്ന് ആക്രമിക്കാൻ പറ്റും. അനുഭവിക്കുന്നവർക്ക് എന്നെ സുഖം അറിയാൻ പറ്റും. ഈ കേൾക്കുമ്പോ അതൊക്കെ നമുക്കറിയാം, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇല്ല. ആ ചില വേദനയുടെ നടുവിടെ കടന്നു പോണം. ആമേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആഹാരം വയ്ക്കുമ്പോൾ കഴിച്ചിട്ട് അങ്ങനെ തുപ്പാനും പറ്റില്ല, മധുരിച്ച് ഇറങ്ങാൻ പറ്റാത്ത അനുഭവമുള്ളവർക്കായി സ്തോത്രം. ഈ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുണ്ടായിട്ട് പറ, അതൊരു ദൈവ പ്രവൃത്തിയാണ്. എനിക്കുണ്ടായത് മക്കൾ, ആഹാരം വെക്കുമ്പോ വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. പ്രശ്നങ്ങൾ കൊണ്ട് പെട്ടെന്ന് വരുമ്പോ പക്ഷെ വിശപ്പുണ്ട്, ഇറക്കാനും പറ്റുന്നില്ല, തുപ്പാനും പറ്റാത്ത അനുഭവത്തിലെ കടന്നു പോയത് കൊണ്ടാ പൈശാചിക ശക്തിയുടെ എല്ലാം ഇളകി വരും. ദേശത്തിന്റെ മേൽ ഇളകി വരും. നിനക്കെതിരായിട്ട് പൈശാചിക ഒറ്റക്കെട്ടാവും. പക്ഷെ നീ ഒറ്റയ്ക്കാവും. പക്ഷെ നീ ഒറ്റയ്ക്കെന്ന് പറയുമ്പോ നീ അറിയാതെ അദൃശ്യത്തിന്റെ അപ്പന്റെ കരം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി നിൽക്കും. ഉപയോഗിക്കേണ്ട അടുത്ത് നീ ആയുധം എടുക്കണം. ആയുധം എപ്പോഴാണ് എടുക്കേണ്ടത്? ആവശ്യം കഴിഞ്ഞിട്ടല്ല എടുക്കേണ്ടത്. ആവശ്യം ഉള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കണം. അല്ല അത് പറഞ്ഞു, എന്നെ ഇത് പറഞ്ഞു,
ചേട്ട ഇത് പറഞ്ഞ് ചേച്ചി ഇത് പറഞ്ഞ് കരഞ്ഞും കൊണ്ട് നടക്കാനല്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നിന്റെ പ്രശ്നം നോക്കി കൽപ്പീര്. നിങ്ങളുടെ പ്രശ്നത്തെ നോക്കി പരിശുദ്ധാൽ പറയുന്നു കൽപ്പിക്കണം. നീ ഒന്ന് കൈ ചൂണ്ടി കൽപ്പിച്ചാൽ നിന്നെ തകർക്കാൻ നിൽക്കുന്ന, നിന്നെ എരിക്കാൻ നിൽക്കുന്ന പൈശാചിക ശക്തി ചാരമാകും. ആ ചങ്കൂറ്റെന്ന് പ്രാപിക്കണം. ആ ഒരു കൃപ കൊണ്ടേ പോകാവൂ. ഇന്നലെ വരെ കേട്ട് കരഞ്ഞ് കരഞ്ഞ മതി, ക്ഷീണം മാറ്. ഇനി ക്ഷീണം മാറി പ്രവർത്തിക്കേ. ഇനി ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്, വയ്യ 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 എന്ന് പറയരുത്. വയ്യ വയ്യ എന്ന് പറയുമ്പോൾ നമ്മളെ കൂടുതൽ വയ്യാതാക്കുന്ന അധർമ്മത്തിന്റെ ശക്തി ഉണ്ട്. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. ഈ കൈ ശരിക്കും പറഞ്ഞാൽ മൈക്ക് പോലും പിടിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞ് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ വേദനയുണ്ട്, ശരിക്കും വേദനയുണ്ട്, മടക്കാൻ പറ്റുന്നില്ല, ഒരു അഡ്ജസ്റ്റ് ചെയ്താൽ പോകുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് പ്രശ്നമാണ്, പിശാച് വലിച്ച് ഒടിക്കും. ഞാൻ പറയും ഇത് ഒരു കുഴപ്പമില്ല, സ്ട്രോങ് ആയിട്ട് മൈക്ക് പിടിച്ചിരിക്കുക. വേദനയുള്ള സമയത്ത് ഞാൻ മൈക്ക് പിടിക്കുക, പറയും അധർമ്മത്തിന് ഞാൻ കൈ കൊടുക്കത്തില്ല, ഇത് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കൈ പിടിക്കുകയാണ്. അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ആയുധം ഉപയോഗിക്കണം. പക്ഷെ നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്നുകൊണ്ട് കരയും. കരയാൻ മാത്രമേ നമുക്കറിയാവൂ, പിന്നെ സങ്കടപ്പെടാൻ മാത്രമേ അറിയാവൂ. ഇത് പ്രശ്നത്തെ നോക്കി, നിന്റെ മുമ്പിൽ കിടക്കുന്ന പ്രശ്നത്തെ, ആമേ മുമ്പിൽ വന്നാലും വന്നില്ലെങ്കിലും പ്രശ്നത്തെ നോക്കി നീ കൽപ്പിക്കണം. ആമേ ഹല്ലേലൂയ. അധർമ്മം നിന്നെ വാടരുത്, അധർമ്മം നിന്നെ മുടിക്കരുത്, അധർമ്മം നിന്നെ തകർക്കരുത്. നിന്റെ മേൽ പോലെ പരിശുദ്ധാത്മാവേ ആ ശക്തി ഇറങ്ങി വാ. ദാവീദിന് മേൽ അഭിഷേകം ഉണ്ടായിരുന്നു. ദാവീദിന് എന്തുകൊണ്ട് അഭിഷേകം? ഈ അഭിഷേകം എന്നുള്ള അഭിഷേകത്തിന്റെ വില അറിഞ്ഞുകൂടാ. ഇങ്ങനെ ആടുകളുമായിട്ട്, അപ്പന്റെ ആടുകളുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ദാവീദ് ആട് മേയ്ക്കുന്ന ആടിടയനാണ്. ഇങ്ങനെ ആട് മേയ്ച്ചുള്ള സമയത്ത് ഒരു കരടി വന്ന് ചാടി. നമ്മളായിട്ട് ആയിരിക്കണം. കരടി വരണമെന്ന് പറയുമ്പോൾ നമ്മൾ 10 കിലോമീറ്റർ എത്തും അല്ല. ഇതാ ഒരു കരടി വരണേന്ന് തമ്പാനത്ത് ബസ് കയറിയിട്ടുള്ളൊരു കരടി മുറിഞ്ഞപാലത്ത് വരണമെന്ന് പറയുമ്പോൾ നമ്മൾ വിടെത്തിയിരിക്കും. ഇല്ല, പെട്ടെന്ന് കണ്ണടച്ച് തുറക്കും പോലെ കരടി എന്തിനാ വന്നത്? ആടിനെ പിടിക്കുക. പക്ഷേ അവിടെ അഭിഷേകം പ്രവർത്തിച്ചത് അവിടെയാണ്. ഉപയോഗിക്കേണ്ട അടുത്ത് ഉപയോഗിക്കണം. അല്ല, കരടി വരുന്ന സമയത്ത് നമ്മളാണെങ്കിൽ വിചാരിക്കും അയ്യോ ഇനി ഓടി ഒളിക്കാനാണ് രക്ഷ. പക്ഷെ നിങ്ങൾ പലതും ഉപയോഗിക്കില്ലെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നിങ്ങൾ അഭിഷേകം ഉപയോഗിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നുണ്ട്, നിങ്ങളത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാതെ ആവശ്യമില്ലാത്തത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കയറി വരാൻ പറ്റാത്തത്. ഇന്ന് സഭയുടെ ലെവല് മാറണം. ദൈവ പൈതൽ ഇന്ന് ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയാ, നിങ്ങളുടെ ലെവലുകൾ മാറി, സ്ഥിതി മാറി. 9-ാം മാസത്തിൽ കയറി നിന്നെ 8-ാം മാസം വരെ കരയിച്ച പൈശാചിക ശക്തികളെ ഇന്ന് ജയിച്ചുകൊണ്ട് പറ, ഞാൻ ജയിക്കും, ജയിക്കും. ഉപയോഗിക്കേണ്ട അടുത്ത് ഉപയോഗിച്ചാൽ, വെട്ടേണ്ട അടുത്ത് വെട്ടിയാൽ മുറിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് എന്ത് ചെയ്തു? ആടിനെ പിടിക്കാമെന്ന സമയത്ത് ഈ ആയുധം ഒന്നുമില്ല, വെട്ടുകത്തിയ വേറെ ആയുധം ഒന്നുമില്ല. പക്ഷെ അകത്തിടങ്ങുന്ന ആയുധത്തിന്റെ പവർ അറിഞ്ഞുകൂടാ. ചില സമയത്ത് ഒന്നും കാണത്തില്ല, പക്ഷെ നിന്റെ നാവെന്ന് പറഞ്ഞൊരു ആയുധമുണ്ട്. സകലത്തിനും എരിച്ചു കളയുന്ന ആയുധം. നിന്റെ മുമ്പിൽ നിൽക്കുന്ന കരടി പോലത്തെ വിഷയം, ആമേ ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ മധ്യ നിൽക്കുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും, പക്ഷെ അഭിഷേകം ഡബിളായിട്ടാണ് നിൽക്കുന്നത്. ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ ആമേ ദാവീദ് എന്ത് പറഞ്ഞു? ദാവീദ് പറഞ്ഞില്ല, പ്രവർത്തിച്ചു. ദാവീദ് പ്രവർത്തിച്ചു. ചിലയിടത്ത് പ്രവർത്തിക്കണം, ചിലയിടത്ത് പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കുകയും
പറയേണ്ടടുത്ത് പറയുകയും വേണം. ഹല്ലേലൂയ. ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കണം. നമ്മളാണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കില്ല, ഇല്ലാത്തടത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്താണ് കഷ്ടത മാറാത്തത്, പ്രശ്നം മാറാത്തത്. ഒന്ന് സ്വസ്ഥമായി പോകാൻ പറ്റുന്നില്ല, കുടുംബത്തിലുള്ള നേടാൻ പറ്റുന്നില്ല, തലമുറ നേടാൻ പറ്റുന്നില്ല, നിന്റെ കുടുംബത്തിൽ മറ്റുള്ളവർ നേടാൻ പറ്റുന്നില്ല. അധർമ്മം പെരുകി, പാപം പെരുകി. അതുകൊണ്ട് അധർമ്മത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോ ഇന്ന് ദാവീദ് ഉപയോഗിച്ചതുപോലെ തന്റെ മുമ്പിൽ വന്ന് ചാടി വീഴുന്ന കരടിയെ രണ്ടാറ്റ് വലിച്ചു കീറിയതുപോലെ നിന്റെ പ്രശ്നത്തെ രണ്ടാറ്റ് വലിച്ചു കീറ്. ഹല്ലേലൂയ. ആയുധമില്ലാത്തവൻ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോ അവർ പറയും ജയിച്ചു, ശത്രുപക്ഷം പറയും ജയിച്ചു, ഫെലിസ്ത്യർ ശക്തി പറയും ജയിച്ചു. പക്ഷെ നിന്റെ അകത്തിറങ്ങുന്ന ഒരു ആയുധമുണ്ട്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ, ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോ, ആരാധിക്കുമ്പോ ഇറങ്ങുന്ന ഒരു ആയുധമുണ്ട്. അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ പൈശാചിക ശക്തികൾ പേടിച്ച് വിറയ്ക്കും. നിങ്ങളെ കണ്ട പലപ്പോഴും പേടിക്കുന്ന എന്തെന്നറിയാമോ? നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകത്തെയാണ്. നിന്നെയല്ല പേടിക്കുന്നത്. നിനക്കെതിരായിട്ട് വന്ന ആ കരടിയെ വലിച്ചു കീറി. എന്നാൽ ചില പ്രശ്നങ്ങൾ വലിച്ചു കീറുമ്പോ കുടുംബത്തിനകത്ത് വലിച്ചു കീറാൻ പറ്റത്തില്ല. വായെടുത്ത് പറയണം. എന്നെ തകർക്കാൻ നോക്കുന്ന, എന്റെ ഉറക്കം നഷ്ടപ്പെടുത്താൻ നോക്കുന്ന പൈശാചിക ശക്തിയെ, ഈ വ്യാപരിക്കുന്ന ദൈവശക്തിയെ, ഞാൻ ആരെന്നറിയാമോ? ഞാൻ ദൈവത്തിന്റെ മകനാ, അഭിഷേകം പ്രാപിച്ചവനാ. എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധ ശക്തി ഇതാ. ഞാൻ വ്യാപരിക്കുന്ന മനുഷ്യന് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ചിലവൻ പാസ്റ്ററിന് കയറി വരാൻ പറ്റൂല. ദൈവ പൈതലം നിനക്ക് പറ്റും. എല്ലാ കാര്യവും പാസ്റ്ററിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റൂല. പാസ്റ്ററിനെ കാണുമ്പോൾ നിന്റെ ഇടം ഓടും. ആമേ ഹല്ലേലൂയ. നിന്റെ അടുത്തിരിക്കുമ്പോൾ നീ അത് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കഴുത്തിൽ കത്തി വെക്കത്തില്ല. ഇന്ന് പല കൊലപാതകങ്ങൾ പെരുകുന്നത് പൈശാചികരോ, ഭാര്യ വെട്ടുന്നു, ഭർത്താവിനെ വെട്ടുന്നു, മക്കളെ വെട്ടുന്നു, അധർമ്മങ്ങൾ പെരുകിയിരിക്കുന്നു. അതുകൊണ്ട് വചനം വിളിച്ചു പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവും നമ്മെ സ്നേഹിച്ച നിത്യവിശ്വാസവും നല്ല പ്രത്യാശയും കൃപയാൽ നിലനിൽക്കുന്നു. നമ്മുടെ പിതാവായ ദൈവം തന്നെ നീ നിലനിൽക്കണം. ഹല്ലേലൂയ. എവിടെ അനുഗ്രഹം നിലനിൽക്കണം, നഷ്ടപ്പെടരുത്. അധർമ്മം പെരുകുന്നു. ഇന്ന് പ്രശ്നങ്ങൾ കൂടി 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 എടുത്ത് എല്ലാവർക്കും പറയാം ജയിലിൽ പോവാം. വായെടുത്ത് പറഞ്ഞ് അതുപോലെ സംഭവിക്കും. നിങ്ങൾ എന്ത് പറയുമോ അത് സംഭവിക്കും. തിരിച്ചു പിടിക്കണം. ഞാൻ ജയിക്കും. അധർമ്മത്തെ നിങ്ങൾ കുഴിച്ചു മൂടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യാശ, ദൈവത്തിന്റെ പറയുന്ന പ്രത്യാശ കൃപയാൽ നിൽക്കുന്നു എന്ന്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം തന്നെ. ഹല്ലേലൂയ. ഇതുവരെയും നിർത്തിയത് ആരെ കൃപയാലാണ്? ഈ പൈശാചിക ശക്തികൾ തകർന്നു നിന്നെ തകർക്കാൻ നോക്കിയിട്ട് ഇതുവരെ തകർന്നു പോകാതെ നിലനിൽക്കുന്ന ആരെ കൃപയാലാ? ദൈവത്തിന്റെ കൃപ. നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ചും എല്ലാ നല്ല പ്രവൃത്തിയാലും വാക്കിനാലും സ്ഥിരപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണം. ഹൃദയത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കൂടുതലൊന്നും വയലൻ്റ് ആവല്ല്. ദൈവം എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, നീ പിന്നെ എന്തിനാ കിടന്നുകൊണ്ട് വെപ്രാളപ്പെടുത്തുന്നത്? സമാധാനപ്പെട്ട്. പരിഹാരം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം പൊന്തി വരുമ്പോൾ നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിനാലും സ്ഥിരപ്പെടുമാറാകട്ടെ. നല്ല പ്രവൃത്തി, നിന്റെ നല്ല പ്രവൃത്തി ദൈവം കാണുന്നുണ്ട്. നല്ല വാക്ക് കാണുന്നുണ്ട്. ദൈവം നിന്നെ സ്ഥിരപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും ഇടറിപ്പോണ സമയത്ത് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സ്ഥിരപ്പെടുത്തും. ഞാൻ നിന്നെ ഉറപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് നിന്നെ ഇടർച്ച വലിച്ചു കൊണ്ടുപോകുന്ന, ഈ ലോകത്തിൽ നിന്ന് വലിച്ചുകൊണ്ട് നിന്നെ തകർക്കാൻ നോക്കുന്ന പാതാള ഗോപുരത്തിന്റെ ശക്തികളെ നീ എതിർത്ത് നിൽക്കണം. പാതാള ശക്തികൾക്ക് വിട്ടുകൊടുക്കരുത്. ഞാൻ ഇന്ന് പ്രസംഗിച്ച ആരെ കുറിച്ചാ? സാത്താനെ കുറിച്ചാണ്. ആമേ ഹല്ലേലൂയ. അധർമ്മത്തെ കുറിച്ചാണ്. ഈ അധർമ്മം പെരുകുമ്പോഴാണ് പാപം പെരുകുന്നത്. അധർമ്മത്തിലൂടെ വളരുന്ന സാധനം പാപം. പാപം പെരുകുമ്പോൾ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടും. ദൈവത്തിൽ അടുക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല. ഈ അധർമ്മത്തെ നമ്മൾ ജയിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നീ അഭിഷേകത്തോടെ നിൽക്കുമോ? ഒരു മൃഗങ്ങളും നിന്റെ അടുത്ത് വരൂല. മനുഷ്യ മൃഗങ്ങളെ പോലെയാണ്. കണ്ണ് കണ്ടുകൂടാ, അവന് മൊത്തത്തിൽ ഇരുട്ടാണ്.
അല്ലേ? മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന കാലം, ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന കാലം, ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്ന കാലം, മക്കളെ വെട്ടിക്കൊല്ലുന്ന കാലം. ഇന്ന് ലോകത്ത് അപകടങ്ങൾ പല രീതിയിലും. ഇതെല്ലാം അധർമ്മമാണ്. ഒരു മനുഷ്യനിലൂടെ സാത്താൻ അത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് പെരുകാതിരിക്കുവാൻ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എനിക്കൊരു അഭിഷേകം വേണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ വളരെ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയും പ്രാപിക്കുകയും നിന്റെ പ്രശ്നങ്ങളെ നിങ്ങൾ ജയിക്കുവാൻ കഴിയും. അധർമ്മം ഒരിക്കലും ജയിക്കത്തില്ല. അധർമ്മത്തെ വചനം പറയുന്നു, ഞാൻ എന്ത് ചെയ്യും? അതിനെ തകർക്കും. ഈ മാസം അധർമ്മം തകർക്കുന്ന മാസമാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഒരു ആലോചന പറയുവാൻ ദൈവത്തിന്റെ ആത്മാവിനോട് പറയാൻ പറയുന്നു. ഈ മാസം നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ അധർമ്മം തോക്കുകയും ദൈവ പ്രവൃത്തി വിജയിക്കുകയും ചെയ്യും. നിനക്കെല്ലാം വിപരീതപരമായിരുന്നു, ദൈവം അനുകൂലമായി മാറുന്നുണ്ട്. അനുകൂലമായ ചില കരങ്ങൾ നിനക്ക് വിപരീതമായി നിന്നവരെല്ലാം അനുകൂലമായി മാറി. ഈ മാസം നിനക്ക് വിപരീതമായി നിന്നവര് ഇന്ന് മുതൽ നിനക്ക് അനുകൂലമായി മാറ്റത്തക്കവണ്ണ ദൈവ പ്രവൃത്തി അതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹൃദയത്തെ ഞാൻ രക്ഷപ്പെടും, ഞാൻ ഉയർന്നു വരും, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എല്ലാ കടഭാരവും മാറും. നിങ്ങൾ അനുഭവിക്കുന്ന കടഭാരങ്ങൾ, രോഗങ്ങൾ, ഇതെല്ലാം പൈശാചികമായതാണ്. ഹല്ലേലൂയ. ഇതെല്ലാം ജയിക്കുന്ന ഒരു കൃപയ്ക്കായി സ്തോത്രം. ഒരു നിമിഷം കണ്ടേക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തോത്രം അപ്പ. ഇതുവരെ അങ്ങ് നിർത്തിയനായി സ്തോത്രം. ദൈവാത്മാവ് ശക്തമായി ഇടപെട്ട് അധർമ്മത്തെ പിടിച്ചുകെട്ടി ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന സകലത്തെ തകർത്തുകൊണ്ട് പിതാവേ ഞങ്ങൾക്കൊരു വിജയം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. അധർമ്മത്തിന്റെ ശക്തികളെ പിടിച്ചുകെട്ടി അതിനെ തകർത്തൊരു വിജയം തന്ന ദൈവത്തിനെ മഹത്വം കൊടുക്കുന്നു. കർത്താവിൽ നിന്ന് വന്നവർക്കും വരാത്തവർക്കും എല്ലാവർക്കും വിടുതലായിത്തട്ടെ. ഇന്ന് ഈ ചാനലിലൂടെ സകലവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെതിരെ നിർത്തി എൻ്റെ സഹോദരങ്ങൾക്ക് ദൈവമൊക്കെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. God bless you.